ഇന്ന് നമുക്ക് കീർത്തി സുരേഷ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഗുഡ് ലക്ക് സഖി എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നാട്ടുകാർ മുഴുവനും ബാഡ് ലക്ക് സഖി എന്ന് മുദ്ര കുത്തിയ പെൺകുട്ടി. അവൾ ഏതു വഴിക്ക് പോയാലും അവളെ ആ വഴിയിൽ വെച്ച് കാണുന്നവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും അപകടം സംഭവിക്കും. അവളുടെ കല്യാണം പോലും പല തവണയായിട്ട് മുടങ്ങിപ്പോയി. കാരണം പയ്യൻ കുതിരപ്പുറത്ത് വരുമ്പോൾ കുതിരയിൽ നിന്ന് വീണ് കല്യാണം മുടങ്ങുന്നു. അങ്ങനെ പലതും അവൾക്ക് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളെ ബാഡ് ലക്ക് സഖിയായിട്ടാണ് നാട്ടുകാർ മുദ്ര കുത്തിയിരിക്കുന്നതും. അങ്ങനെയിരിക്കെ ആ നാട്ടിലേക്ക് ഏകദേശം ഒരു 50 വയസ്സുള്ള മേജർ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചെത്തുകയാണ്. എന്നാൽ ഈ പെൺകുട്ടിയായ സഖിക്ക് മേജറിനോട് പ്രണയം തോന്നുന്നു. പക്ഷേ ഇവളെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പയ്യൻ കൂടി ഉണ്ടായിരുന്നു. പിന്നീട് എന്തൊക്കെ സംഭവിച്ചുവെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ വിവാഹത്തിനായി ഒരുങ്ങിയിരിക്കുന്ന നായികയെ സഖിയെ കാണിക്കുന്നു. സഖിയെ പൊതുവെ അറിയപ്പെടുന്നത് ബാഡ് ലക്ക് സഖി എന്നാ. കാരണം ഈ സഖിക്ക് എന്ത് കാര്യവും സംഭവിക്കുന്നത് മോശമായിട്ടാണ്. അതുകൊണ്ടാണ് അവളെ ബാഡ് ലക്ക് സഖി എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചു. സഖിയെ വിവാഹം കഴിക്കുവാനായി വന്ന പയ്യൻ കുതിരപ്പുറത്തു നിന്ന് വീണതുകൊണ്ട് തന്നെ സഖിയുടെ കല്യാണവും മുടങ്ങി. അതോടുകൂടി നീ ഒരു ബാഡ് ലക്ക് സഖി തന്നെയാണെന്ന് നാട്ടുകാരങ്ങ് മുദ്രകുത്തി. സഖി അങ്ങനെ വിളിക്കാൻ കാരണം എന്തെന്നാൽ, സഖി ഇപ്പോൾ വരുന്ന വഴിയിൽ ആരെങ്കിലും കുടവും കൊണ്ട് പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവരുടെ കയ്യിൽ നിന്നും കുടം വീണ് പൊട്ടും. ഒരിക്കലൊരു ഭർത്താവ് തന്റെ ഭാര്യയും കൊണ്ട് സൈക്കിളിൽ പോകുന്ന സമയത്തായിരുന്നു സഖിയെ കണ്ടതും. അതോടെ അവർ സൈക്കിളിൽ നിന്നും തറയിൽ വന്ന് വീണു. സഖിയെ കാണാനേ കൊള്ളില്ല, അവളെ കണ്ടാലേ നമുക്ക് മോശമായിരിക്കും സംഭവിക്കുന്നത് എന്ന് തന്നെ നാട്ടുകാർ പറയുവാനായും തുടങ്ങി. പക്ഷെ ഇതൊന്നും സഖി മൈൻഡ് ചെയ്യുന്നതേയില്ല. സഖിയെ എപ്പോഴും ശല്യം ചെയ്യുന്ന ഒരാളുണ്ട്, ശിവ. ഈ ശിവയെ അവൾ തിരിച്ചൊന്നും പറയാത്തതും പ്രതികരിക്കാത്തതിനും കാരണം സഖിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഭർത്താവായതുകൊണ്ടാണ്. എന്നാലും അവന്റെ ശല്യമൊക്കെ സഹിച്ച് തിരിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് സഖി പിടിച്ചു നിൽക്കുന്നതും. അങ്ങനെയിരിക്കെ അവരുടെ നാട്ടിലേക്ക് പട്ടാളത്തിൽ നിന്നും വിരമിച്ച് ഒരു മേജർ എത്തുകയാണ്. മേജറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് നാട്ടുപ്രമാണിയായിരുന്നു. കൂടാതെ ഒരു അസിസ്റ്റന്റിനെയും ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റിനെ റെഡിയാക്കിയത് എന്തെന്നാൽ, വന്ന ആള് വല്ല തീവ്രവാദി വല്ലതുമാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് അസിസ്റ്റന്റിനെ ഏർപ്പാടാക്കിയതും. ഈ മേജർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതെല്ലാം അസിസ്റ്റന്റ് നിരീക്ഷിക്കും. എന്നിട്ട് അതിന്റെ എല്ലാം ഫോട്ടോ എടുത്ത് നാട്ടുപ്രമാണിക്ക് അയച്ചു കൊടുക്കും. മേജർ വന്ന ഉടനെ തന്നെ രഹസ്യമായിട്ടൊരു ബാഗ് തന്റെ അലമാരയിൽ വെച്ച് പൂട്ടും. അതും ഫോട്ടോ എടുത്ത് അസിസ്റ്റന്റ് അയക്കും. കൂടാതെ ടാർപ്പ കൊണ്ട് മറച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് മേജർ കയറി പോകുന്നതും അസിസ്റ്റന്റ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. മേജർ ഇല്ലാത്ത തക്കം നോക്കി നാട്ടുപ്രമാണി വന്നിട്ട് എന്താണ് അലമാരയിൽ വെച്ചതെന്ന് ആ ഒരു ബാഗ് എടുത്ത് തുറന്നു നോക്കും. അതിൽ തോക്കായിരുന്നു വരുന്നത്. ഉടനെ തന്നെ മേജർ അവിടേക്ക് വരുന്നത് കണ്ട് നാട്ടുപ്രമാണി തോക്കെടുത്ത് മേജറിന് നേരെ ചൂണ്ടുന്നു. നിങ്ങളൊരു തീവ്രവാദിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നാട്ടുപ്രമാണി പ്രശ്നമുണ്ടാക്കും. തീവ്രവാദിയോ? ഞാനോ? അതിന് മറുപടിയായിട്ട് നാട്ടുപ്രമാണി പറയുന്നത്, പിന്നെ ടാർപ്പായിട്ട് മറച്ച സ്ഥലത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ മേജർ നാട്ടുപ്രമാണിയെ അവിടേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. ഷൂട്ടിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. നല്ല ഉന്നമൊക്കെയുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പ്രാക്ടീസ് കൊടുക്കാമെന്നും മേജർ പറയുന്നു. മറ്റൊരു വശത്ത് സഖിയാണെങ്കിലോ ഒരു നാടകം കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നാടകത്തിൽ നായകനായി എത്തിയിരിക്കുന്നത് സഖിയുടെ ബാല്യകാല സുഹൃത്തായ രാജുവായിരുന്നു. രാജുവിനെ കണ്ടതും ഏയ് ഗോലി രാജു എന്ന് സഖി ഉറക്കെ എഴുന്നേറ്റ് പറയും. അതോടുകൂടി രാജുവിന് നാണക്കേടായി. രാജുവാണെങ്കിലോ സഖിയെ ഒരുപാട് വഴക്ക് പറയും. പിന്നീട് നാടകമൊക്കെ കഴിഞ്ഞ് ആലോചിച്ച് നോക്കിയപ്പോഴാണ് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നുവെന്ന് രാജുവിന് തോന്നിയതും. കുറ്റബോധം തോന്നിയ രാജു സഖിയെ കാണുവാനായും എത്തി. ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ, അയ്യോ ഞാനതൊക്കെ അപ്പോഴേ മറന്നു, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കാറില്ല എന്നും സഖി പറയും. സഖിക്ക് നല്ല ഉന്നമുള്ള കാര്യം രാജുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് വരികയായിരുന്നു. മറ്റൊരു വശത്ത് മേജർ ആണെങ്കിലോ ഗ്രാമത്തിലുള്ള ഓരോ ആൾക്കാരെയും വിളിച്ച് ഷൂട്ടിംഗ് ഒക്കെ നടത്തി നോക്കും. പക്ഷെ ആർക്കും തന്നെ നല്ല ഉന്നമേയില്ല. അതുകൊണ്ട് തന്നെ മേജർ ടെൻഷനായി നിൽക്കുന്ന സമയമായിരുന്നു ശിവ അവിടേക്ക് വരുന്നതും. ശിവയാണെങ്കിലോ തോക്ക് വാങ്ങി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഉന്നമായിരുന്നു. അത് കാണുന്ന ശിവയെ മേജർ ആണെങ്കിൽ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഈ ഒരു കാര്യം സഖിയോട് വന്ന് ശിവ പറയുന്നു. നിനക്കല്ലേ ഉന്നമുള്ളതെന്ന് എല്ലാവരും പറയുന്നത്, ഇപ്പൊ നോക്കിയേ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തു, നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കും. എന്നാൽ സഖിക്കാണെങ്കിൽ അതിനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവിടേക്ക് അത് കേട്ടുകൊണ്ട് രാജു വരും. സഖിക്ക് നിന്നെക്കാളും മുന്നമുണ്ട്, അവളൊന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ പോലും അവളുടെ അടുത്ത് എത്തില്ല എന്ന് പറഞ്ഞ് രാജു ആണെങ്കിൽ ശിവയെ വെല്ലുവിളിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഒന്ന് മത്സരിച്ച് കാണിക്കുവാനായിട്ടും ശിവ പറയുന്നു. ഒടുവിൽ രാജു സഖിയെ നിർബന്ധിച്ച് മേജറിനടുത്തേക്ക് കൊണ്ടുപോകും. ഒട്ടും താല്പര്യമില്ലാതെയാണ് സഖി തോക്ക് വാങ്ങിയതും അവൾ ഷൂട്ട് ചെയ്തതും. പക്ഷേ കൃത്യസ്ഥലത്ത് തന്നെയാണ് അവൾ ഷൂട്ട് ചെയ്തത്. അത് കാണുന്ന മേജറിനും രാജുവിനുമൊക്കെ ഒരുപാട് സന്തോഷമായി. മേജർ സഖിയെ ഒരുപാട് അഭിനന്ദിക്കും. മാത്രവുമല്ല സഖിയെയും ശിവയെയും നിർത്തി ഒന്നും കൂടി ഷൂട്ട് ചെയ്യിപ്പിക്കും. അതിൽ വിജയിക്കുന്നത് ആരാണെന്ന് നോക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതും. പക്ഷേ വിജയിച്ചത് ശിവയാണെങ്കിലും 1-2 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് സഖി തോറ്റുപോയത്. പക്ഷേ തോറ്റതാണെന്ന് ഒരിക്കലും മേജർ പറയില്ല. നന്നായിട്ട് തന്നെ സഖി ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അടുത്ത കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനായിട്ട് രണ്ടുപേരും പോട്ടെ എന്നും മേജർ പറയുകയാണ്. അതോടുകൂടി സഖിക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ മറ്റൊരു വശത്ത് രാത്രിയിൽ ഒരു ബസ് വരുന്ന സമയത്ത് ബസ്സിലേക്ക് 2 പേർ കയറുകയാണ്. അവരാണെങ്കിൽ മുഖമൊക്കെ മറച്ചിരുന്നു. തോക്കുചൂണ്ടി ബസ്സിലുള്ളവരെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിലിരുന്ന കാശും സ്വർണവുമെല്ലാം തട്ടിയെടുക്കുകയാണ്. അത് മറ്റാരുമല്ല, ശിവയും ശിവയുടെ കൂട്ടുകാരനുമാണ്. ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ അടുത്ത ദിവസം വീണ്ടും മേജറിന്റെ സ്ഥലത്തേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഷൂട്ടിംഗൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മത്സരത്തിന് പോകാനുള്ള സമയമായി. എന്നാൽ ഗ്രാമത്തിലെ എല്ലാവരെയും തലവൻ വിളിച്ചു ചേർക്കുകയാണ്. ഈ ഗ്രാമത്തിൽ നിന്നും 2 മത്സരാർത്ഥികൾ പോകണ്ട, ഒരു മത്സരാർത്ഥി പോയാൽ മതി. അത് സഖിയാവണ്ട, ശിവയായാൽ മതിയെന്നും ഗ്രാമത്തലവൻ പറയുന്നു. പക്ഷേ അത് കേട്ട് മേജർ പറയുന്നത്, അതിനെന്താ പ്രശ്നം? ഒരു നാട്ടിൽ നിന്നും 2 പേർ പോയാൽ ഒരു കുഴപ്പവുമില്ല, സഖിയും കൂടെ പോകുമെന്നും മേജർ പറയുന്നു. അത് കേട്ടതും സഖിക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ അതേ സമയത്തായിരുന്നു പോകുവാനായി ഒരുങ്ങുന്ന ശിവയ്ക്കടുത്തെത്തിയ മേജർ, നീ ജയിക്കുന്നെങ്കിൽ മത്സരിച്ച് ജയിക്കണം, അല്ലാതെ ഇങ്ങനെയുള്ള നാണംകെട്ട കളികൾ കളിക്കരുതെന്നും പറഞ്ഞ് അവന് വിരട്ടിയിട്ടാണ് പറഞ്ഞു വിടുന്നതും. മാത്രമല്ല ബൈക്ക് വാങ്ങാനൊക്കെയുള്ള കാശ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് കൂടി മേജർ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയൊന്നും കൊടുക്കാതെയാണ് ശിവ അവിടെ നിന്ന് പോകുന്നതും. അന്നേ ദിവസം രാത്രി മേജറിന്റെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറുകയാണ്. അത് മറ്റാരുമല്ല, ശിവയായിരുന്നു. സത്യത്തിൽ മേജറിന്റെ തോക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയാണ് ബസ്സിൽ നാട്ടുകാരെയൊക്കെ പേടിപ്പിച്ച് അവരുടെ കാശും സ്വർണവും ഒക്കെ കൈക്കലാക്കുന്നതും. എന്നാൽ മേജറാണെങ്കിൽ ഇത്തവണ ശിവയെ കൈയോടെ പൊക്കി. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇനി മേലാൽ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കണ്ടുപോകരുതെന്നും പറഞ്ഞ് ശിവയെ വിരട്ടി പറഞ്ഞു വിടുന്നു. അടുത്ത ദിവസം പ്രാക്ടീസിനായിട്ട് സഖി എത്തുകയാണ്. ശിവയെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം മേജർ സഖിയോടെടുത്ത് പറയും. അതേസമയം തന്നെ കാലുവേദനയ്ക്ക് മരുന്ന് കുടിക്കുകയായിരുന്നു മേജർ. ഇങ്ങനെ മരുന്ന് കുടിച്ചാൽ മാത്രം ശരിയാകില്ല, നന്നായിട്ട് മസാജ് കൂടി ചെയ്യണമെന്നും പറഞ്ഞ് സഖിയാണെങ്കിലോ മേജറിന്റെ കാല് മസാജ് ചെയ്തു കൊടുക്കും. ഇതേ സമയം സഖിയെ കാത്ത് രാജു ഉണ്ടായിരുന്നു. എന്നാൽ രാജുവിൻ്റെ അടുത്തെത്തുന്ന ശിവ പറയുന്നത്, നീ ഇങ്ങനെ അവളെ കാത്ത് ഇവിടെ ഇരുന്നോ? അവളിതേ മേജറുമായിട്ട് മുടിഞ്ഞ പ്രേമത്തില. മേജറിന്റെ കാലൊക്കെ അവൾ തടവി കൊടുക്കുകയാണെന്നും ശിവ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അത് കേട്ടതും ദേഷ്യം വന്ന രാജുവാണെങ്കിലോ സഖിയെ കാണുവാനായിട്ട് മേജറിനടുത്തേക്ക് എത്തും. അപ്പോൾ കാണുന്ന കാഴ്ച മേജറിന്റെ കാല് തടവി കൊടുക്കുന്ന സഖിയാണ്. അതോടുകൂടി ശിവ പറഞ്ഞത് സത്യമാണെന്നും രാജു വിശ്വസിച്ചു. അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞതും അയ്യോ രാജുവിനെ കാത്തിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് സഖി അവിടെ നിന്നിറങ്ങും. പക്ഷേ പുറത്തു വന്നതും രാജുവിനെ അവിടെ കാണുന്നതേയില്ല. അങ്ങനെ അടുത്ത ദിവസം മത്സരത്തിന് പങ്കെടുക്കുവാനായിട്ട് സഖി പോവുകയാണ്. രാജുവിനോടൊരു വാക്കുപോലും പറയാതെയാണ് അവൾ മേജറിന്റെ കാറിൽ കയറിപ്പോയതും. അതെല്ലാം ദൂരെ മാറി നിന്ന് രാജു കാണുന്നുണ്ട്. അങ്ങനെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. എനിക്ക് പേടിയാകുന്നു, ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെ മത്സരിക്കാനാ എന്ന് സഖി പറയുമ്പോഴോ, നീ ഒറ്റയ്ക്കാണ്, ക്യാമ്പിൽ എങ്ങനെയാണ് നീ നിന്നത് അതുപോലെ തന്നെ നീ ചിന്തിച്ചാൽ മതി, നീ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് കരുതിക്കോ എന്നും മേജർ പറഞ്ഞവളെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ സഖി മത്സരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് മേജർ വെയിറ്റ് ചെയ്യും. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് നോക്കിയിട്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് മേജർ നടന്നു വരുന്നതും. നമ്മൾ തോറ്റല്ലേ എന്ന് സഖി ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട്, തോറ്റില്ല, ഫസ്റ്റ് റൗണ്ട് പാസ്സായി, ഇനി അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മേജറും സഖിയും കൂടി തുള്ളിച്ചാടുകയാണ്. രണ്ടുപേരും തുള്ളിച്ചാടിക്കൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു ഷൂട്ടറായിട്ടുള്ള സ്വാതി സഖിക്കടുത്തേക്ക് എത്തുന്നതും. നീ നന്നായിട്ട് പെർഫോം ചെയ്തു, അടുത്ത റൗണ്ടിൽ നമ്മൾ 2 പേരുമാണ് മത്സരിക്കുന്നത്, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് സ്വാതി പോകുന്നതും. അങ്ങനെ അന്നേ ദിവസം രാത്രി നല്ല സുന്ദരിയായി സാരിയൊക്കെ എടുത്ത് സഖി നേരെ പോകുന്നത് മേജറിനടുത്തേക്കാണ്. 2 പേരും ഫുഡ് കഴിക്കുവാനായി പുറത്തെത്തിയിട്ടുണ്ട്. എന്നാൽ സഖിയുടെ പെരുമാറ്റത്തിൽ മേജറിന് എന്തൊക്കെയോ വശപ്പിച്ചൊക്കെ തോന്നും. മേജർ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് സഖി ചോദിക്കും. പക്ഷേ ആ ഒരു ചോദ്യം മേജറിന് ഇഷ്ടമായില്ല. എന്നാലും സഖി ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനൊക്കെ താല്പര്യമില്ലാത്ത മട്ടിലാണ് മേജർ മറുപടി പറയുന്നതും. അവളുടെ പെരുമാറ്റത്തിൽ തന്നോട് പ്രണയമുണ്ടോ എന്ന സംശയം മേജറിന് തോന്നും. അങ്ങനെ അടുത്ത ദിവസം നാട്ടിലേക്ക് എത്തുകയാണ്. ആദ്യത്തെ റൗണ്ട് അവൾ വിജയിച്ചത് കൊണ്ട് തന്നെ നാട്ടുകാർ അവൾക്ക് സ്വീകരണം കൊടുക്കും. ഇത്രയും നാള് ബാഡ് ലക്ക് സഖി എന്ന് വിളിച്ചിരുന്ന നാട്ടുകാരെ ഇപ്പോൾ ഏകദേശം ഗുഡ് ലക്ക് സഖിയാക്കി മാറ്റിയിരിക്കുന്ന മട്ടാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മേജറിനെ കാണുവാനായിട്ടൊരു ഡോക്ടർ വരും.
പക്ഷെ ആ ഡോക്ടർ പെണ്ണ് മേജറുമായിട്ട് സംസാരിക്കുന്നതൊന്നും സഖിക്ക് ഇഷ്ടമാകുന്നതേയില്ല. സഖിക്ക് മേജർ മറ്റൊരു സ്ത്രീയോട് മിണ്ടുന്നതോ മറ്റ് സ്ത്രീകൾ മേജറിനോട് മിണ്ടുന്നതോ ഇഷ്ടമേ അല്ല. കാരണം അവളുടെ മനസ്സിൽ മേജറിനോട് പ്രണയം തോന്നി തുടങ്ങി. അത് മനസ്സിലാക്കിയ മേജറാണെങ്കിലോ സഖിയെ മാറ്റി നിർത്തിയിട്ട്, നിനക്ക് എന്താ പ്രശ്നം, നിനക്കെന്നോട് പ്രണയമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നവൾ സമ്മതിക്കുന്നു. നീ എന്താ ഉദ്ദേശം? എനിക്ക് 50 വയസ്സ്, നിനക്ക് 25 വയസ്സ്, ഇതെങ്ങനെ ശരിയാകുമെന്ന് മേജർ ചോദിക്കുമ്പോഴോ 25 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, അത് ഞാൻ സഹിച്ചു. നീ എന്ത് പറഞ്ഞാലും മേജറിനെ എനിക്കിഷ്ടമാണെന്നും സഖി പറയുകയാണ്. അത് കേട്ടതും മേജറിന് ദേഷ്യം വരും. നീ ആദ്യം മത്സരത്തിൽ ശ്രദ്ധിക്കേ, അത് മാത്രമേ ഇപ്പോൾ നീ മനസ്സിൽ കരുതാവൂ എന്നും മേജർ പറയുന്നു. അങ്ങനെ മേജർ വീണ്ടും അവളെ പ്രാക്ടീസിനായി കൊണ്ടുപോവുകയാണ്. സഖി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് രാജു എത്തുകയാണ്. സത്യത്തിൽ രാജുവിന് സഖി ഇഷ്ടമാ, പക്ഷേ അവനത് തുറന്നു പറഞ്ഞിട്ടില്ല. നിന്നെ ഇപ്പോൾ കാണാനില്ലല്ലോ എന്ന് രാജു ചോദിക്കുമ്പോൾ പ്രാക്ടീസൊക്കെ ആയിട്ട് ഞാൻ ബിസിയാണെന്നും അവൾ മറുപടി പറയുന്നു. അന്നേ ദിവസം രാജുവിന് നാടകമുണ്ടായിരുന്നു. നാടകത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന രാജുവിനടുത്തേക്ക് കൂട്ടുകാരൻ വന്നിട്ട്, എടാ, ഇന്ന് നാടകം കാണുവാനായിട്ട് ഒരു ഡയറക്ടർ വരുന്നുണ്ട്, നീ നന്നായിട്ട് പെർഫോം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിനക്ക് ചാൻസ് കിട്ടുമെന്നും കൂട്ടുകാരൻ പറയുന്നു. അത് കേട്ട് രാജുവിന് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ രാജുവാണെങ്കിലോ ഡയറക്ടറിനെ കാണിക്കുവാനായിട്ട് അടിപൊളിയായിട്ട് അഭിനയിക്കും. പക്ഷേ അതേ സമയമായിരുന്നു അവിടെ ഇരിക്കുന്ന മേജറിനെയും സഖിയെയും കാണുന്നത്. രണ്ടുപേരും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് രാജുവിന് വല്ലാതെ ദേഷ്യം വരികയും നാടകം രാജുവിൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. രാജുവാണെങ്കിലോ സങ്കടപ്പെട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ വന്നിരിക്കുമ്പോൾ സഖി അവിടേക്ക് ചെല്ലും. നിനക്ക് എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ, നീയാ കാരണം, നിന്നെ കണ്ടതോടുകൂടിയ നാടകം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്, നീ ഗുഡ് ലക്ക് സഖിയല്ല, നീ ബാഡ് ലക്ക് സഖി തന്നെയാണെന്നും അവൻ പറയുന്നു. അവൻ്റെ വായിൽ നിന്ന് കൂടി അത് കേട്ടപ്പോൾ സഖിക്ക് വല്ലാതെ സങ്കടം വരികയും അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം ഫൈനലിൽ പങ്കെടുക്കുവാനായിട്ട് സഖി പോവുകയാണ്. അതേസമയമായിരുന്നു അടുത്ത നാടകത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന രാജുവിനടുത്തേക്ക് ആ ഡയറക്ടർ വരുന്നതും. നീ നന്നായിട്ട് അഭിനയിക്കുമെന്ന് നിന്റെ കൂട്ടുകാരിയെ സഖി എന്നോട് പറഞ്ഞു, അതുകൊണ്ട് തന്നെ നിന്റെ ഇന്നലത്തെ പെർഫോമൻസും എനിക്ക് കണ്ടിഷ്ടമായി, ഞാൻ നിനക്ക് എൻ്റെ സിനിമയിൽ ചാൻസ് തരികയാണെന്നും ഡയറക്ടർ പറഞ്ഞു. സഖിയാണ് രാജുവിനെക്കുറിച്ച് ഡയറക്ടറിനോട് പറഞ്ഞതെന്നറിഞ്ഞപ്പോൾ രാജുവിന് ഒരുപാട് സങ്കടമായി. കാരണം തലേ ദിവസം അവൻ ഒരുപാട് അവളെ വഴക്ക് പറഞ്ഞില്ലേ, താൻ എന്തിനാ അവളെ അങ്ങനെ പറഞ്ഞത്, അവൾ എനിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ഇത്രയും ചെയ്തില്ലേ, അങ്ങനെയൊന്നും പറയരുതായിരുന്നെന്ന് ചിന്തിച്ച രാജു മേക്കപ്പ് പോലും അഴിക്കാതെ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകും. അതേസമയം വളരെ സങ്കടത്തിൽ നിൽക്കുകയാണ് സഖി. സഖിയുടെ മനസ്സിനാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ റൗണ്ടൊക്കെ അവൾ മോശമായിട്ടാണ് പെർഫോം ചെയ്തതും. അത് കാണുന്ന മേജർ, നീ എന്താ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്, നിനക്ക് ഇതൊട്ടും താല്പര്യമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു വിഷമം അലട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ നീ മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ടും പറഞ്ഞ് മേജർ അവളെ മോട്ടിവേറ്റ് ചെയ്യും. എന്നാലും സഖിയാണെങ്കിലോ അവൾക്ക് ജയിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിലാണ് അവൾ പെരുമാറുന്നതും. ഞാനിപ്പോൾ എന്ത് വേണം, ജയിക്കണമല്ലേ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തോക്കെടുത്ത് അവൾ വെടിവെക്കുന്നതോ പല വാക്കിനായിരുന്നു. അതോടുകൂടി അവൾ തോക്കുമെന്ന ഘട്ടമായി. അതേ സമയമായിരുന്നു രാജു അവിടേക്ക് വരുന്നതും. ഞാൻ പറഞ്ഞതിൽ നീ മനസ്സിലൊന്നും വെച്ചേക്കരുതേ, നീ എന്നോട് ക്ഷമിക്കേ, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ നിന്നോട് അങ്ങനെ പറഞ്ഞു പോയതാ, നീ നന്നായിട്ട് മത്സരിക്കണം, നീ വിജയിക്കണം, ദേ നിന്റെ ലക്കി ഗോലി എന്ന് പറഞ്ഞ് അവൾ ലക്കി ഗോലിയായിട്ട് കരുതുന്ന ആ ഗോലി എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. അത് കാണുന്ന മേജർ ചോദിക്കും, ആ ഗോലി കിട്ടിയാൽ അവൾ വിജയിക്കുമോ? ആ വിജയിക്കും, അവളുടെ ലക്കി ഗോലിയാണ് അതെന്നും അവൻ പറയുന്നു. ഗോലിയും കയ്യിൽ വെച്ച് അവൾ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇനി ആകെയുള്ളത് ഫൈനൽ റൗണ്ടാണ്. അവളോടൊപ്പം മത്സരിക്കുന്നത് സ്വാതിയും. സഖി ഉഴപ്പിയതുകൊണ്ട് തന്നെ സ്വാതി നന്നായിട്ട് സ്കോർ ചെയ്തിരുന്നു. ഇനി സഖിക്ക് വിജയിക്കണമെങ്കിൽ സെൻറ്ററിൽ തന്നെ വെടിവെക്കണം. അതിനു വേണ്ടിയിട്ട് അവൾ എയിം ചെയ്യുകയാണ്. കയ്യിലിരിക്കുന്ന ഗോലി അവൾ ദൂരേക്ക് വലിച്ചെറിയും. അവളോട് മേജർ പറഞ്ഞിട്ടുണ്ട്, ഗോലിയെ ആയിരിക്കരുത് നീ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സഖി അവളുടെ കഴിവിനെ വിശ്വസിച്ച് അവൾ ഷൂട്ട് ചെയ്യും. എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ആരാണ് വിജയിച്ചതെന്ന് എല്ലാവരും ഉറ്റുനോക്കും. വിജയിച്ചത് മറ്റാരുമല്ല, സഖിയായിരുന്നു. അവൾ സെൻറ്ററിൽ തന്നെ വെടിവെക്കുന്നു. അതുകൊണ്ട് തന്നെ സഖി വിജയിക്കും. സ്വാതി അവളോട് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് അവൾ പെർഫോം ചെയ്തു എന്നും അവളോട് പറയുകയാണ്. അത് കാണുന്ന മേജറും രാജുവും ഒക്കെ ഒരുപാട് സന്തോഷിക്കും. മേജറിനും രാജുവിനും അടുത്തേക്ക് എത്തുകയാണ് സഖി. എന്നിട്ട് പറയും, നമുക്ക് കല്യാണം കഴിക്കാം. അത് കേട്ട മേജർ, ഇതുവരെയും നീ ഇത് വിട്ടില്ലേ എന്ന് ചോദിക്കും. ഞാൻ മേജറിനോടല്ല പറഞ്ഞത്, രാജുവിനോടാണെന്ന് പറയും. അത് കേട്ടതും രാജുവിന് ഒരുപാട് സന്തോഷമായി. അവിടെ വെച്ച് രാജുവും സഖിയെ പ്രപ്പോസ് ചെയ്യുന്നു. രണ്ടുപേരും വിവാഹത്തിനായിട്ട് സമ്മതിക്കുകയാണ്. പോകുന്നതിന് മുൻപ് സ്വാതിക്കൊപ്പമൊക്കെ നിന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് സഖി പോകുന്നതും. അങ്ങനെ രാജുവിൻ്റെയും സഖിയുടെയും കല്യാണ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. സഖിയുടെ അടുത്തെത്തിയ മുത്തശ്ശി പറയുന്നുണ്ട്, ഇത്തവണ നിന്റെ കല്യാണം നടക്കും. നീയേ ബാഡ് ലക്ക് സഖിയല്ല,
ഗുഡ് ലക്ക് സഖിയാണെന്നും മുത്തശ്ശി അവളോട് പറയുന്നു. എല്ലാ തവണയും അവളുടെ കല്യാണത്തിന് പയ്യൻ വരുന്ന സമയത്ത് കുതിരപ്പുറത്തുനിന്ന് വീണിട്ടാണല്ലോ കല്യാണം മുടങ്ങുന്നത്. ഇത്തവണ രാജു വന്നത് ഓട്ടോയിലാണ്. രാജുവിനെ കൊണ്ടുവന്നത് ശിവയും. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി വിവാഹം കഴിച്ച് അവരുടെ ജീവിതം ആരംഭിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.